ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വീണ്ടും ഒരു കുഞ്ഞു യാത്രാവിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുൻപെടുത്ത ചെറിയ യാത്രാവിശേഷമാണ്. എങ്ങോട്ടാ യാത്ര എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ തലശ്ശേരിയിലേക്കാണ് കേട്ടോ. അപ്പോൾ തലശ്ശേരിയിൽ എന്തിനാണ് പോയത് വെച്ചാൽ പ്രസാദേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിനെ കണ്ടു, പോയ കാര്യങ്ങളൊക്കെ ശരിയായി. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ തലശ്ശേരി വന്നാൽ പിന്നെ എന്താ പരിപാടി, ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ഒരു കോഫി കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരിടമായ കടൽ കാണാൻ പോവുക. കാര്യമായിട്ട് തലശ്ശേരിക്ക് എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ കടൽ കാണാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കടൽ കാണാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലൊന്ന് പോയിട്ടോ. അവിടെ പോയിട്ട് നല്ലൊരു കോഫി പിന്നെ ഒരു മസാല ദോശ അത് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ. പിന്നെ വൈകിട്ടൊരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ പോയത്. അപ്പം രണ്ടാൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കോഫി ഹൗസിലൊക്കെ കയറി ഞങ്ങൾ ഓരോ മസാല ദോശ പറഞ്ഞു കേട്ടോ. അപ്പോൾ കോഫി അല്ല കേട്ടോ ഞാൻ കഴിച്ചത്, നല്ലൊരു ചായ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായ. പ്രസാദേട്ടന് മസാല ദോശയും കഴിച്ചു. ഞാൻ മസാല ദോശയ്ക്ക് പുറമേ ഒരു വടയും കഴിച്ചിട്ടോ. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു, നന്നായിട്ട് വിശന്നിട്ടാണ് കേട്ടോ അതൊക്കെ കഴിച്ചത്. പിന്നെ കോഫി ഹൗസിൽ ഇങ്ങനെ തലപ്പാവ് വെച്ച 2 ആൾക്കാരുണ്ട്, അത് നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ വരുന്നത്, 2-3-4 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ കഴിച്ചത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ തലശ്ശേരി കാണാനായിട്ട് വന്നപ്പോഴും ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴും ഇവിടുന്നാണ് കഴിച്ചത്. പിന്നെ ഏട്ടൻ്റെ കുട്ടീനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും അപ്പോഴും ഇവിടുന്ന് തന്നെ കേട്ടോ കഴിച്ചത്. അങ്ങനെ 3-4 പ്രാവശ്യം ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയും ദോശയൊക്കെ കഴിച്ചു. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ പറയാണ്ടോ, തലശ്ശേരി വന്നാൽ പിന്നെ എന്തായാലും കടൽ കാണാതെ പോകില്ലല്ലോ. ആഹാ, എന്താണ് ആ കാണുന്നത്? കടലാണോ? അറബിക്കടലിൻ്റെ ഹുങ്കാര ശബ്ദം. അങ്ങനെ ഞങ്ങളിതാ കടൽക്കരയിലെത്തിട്ടോ. എനിക്കാണെങ്കിൽ കടൽ എത്ര കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് കടൽ എന്ന് പറയുന്നത്. കാരണം എത്ര കണ്ടാലും മതി വരാത്ത എന്തോ ഒരു അത്ഭുതം ഒളിപ്പിച്ച് വെച്ചൊരു പ്രകൃതി കനിഞ്ഞ് നൽകിയൊരു സംഭവം തന്നെയാണ് കേട്ടോ കടൽ. കടലിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ നോക്കിയൊന്ന് പോയി എന്താ പറയുകയെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കടൽ കാണുന്നത്. കടലിപ്പോൾ കുറച്ചൊരു ശാന്തമായ ഭാവത്തിലാണ് കേട്ടോ. തിരമാലയൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്, എന്നാലും ശാന്തമായ ഇതിൽ തന്നെയാണ്. പിന്നെ മഴയൊന്നുമില്ല, മഴയില്ലാത്തതിനോട് ഇങ്ങനെ സമാധാനത്തിലിരുന്ന് കാണാം. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഈ കല്ലിട്ടതിൻ്റെ മുകളിലൂടെയൊക്കെ തിരമാല അടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പ്രസാദേട്ടൻ എങ്ങോട്ട് കൊണ്ടുപോയാലും ഒരു കാര്യത്തിനും സ്ട്രിക്റ്റ് ഉണ്ടാവാറില്ല. പക്ഷേ കടൽ കാണാൻ കൊണ്ടുപോയാൽ കുറച്ച് സ്ട്രിക്റ്റ് ആട്ടോ പുള്ളിക്കാരൻ. കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ കടൽ കണ്ടാൽ അടങ്ങി നിൽക്കില്ല, കാരണം കടലിലേക്ക് ഇറങ്ങാൻ നോക്കും, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ എന്നോട് പറഞ്ഞു, 1/2 മണിക്കൂർ സമയം തരും, അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, എന്ത് വേണമെച്ചാലും ചെയ്തോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കടലിൽ ചാടട്ടെ? ചാടിക്കോ, കടലിൽ ചാടിക്കോ, കടലിൽ കുളിച്ചോ, കടലിൽ നീന്തിക്കോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കടലിൽ പോയാലോ? കടലിൽ പോയാൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോയാൽ അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നേക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതാ പറഞ്ഞത്, കടലിൻ്റെ അടുത്ത് പോയാൽ ഞാൻ അടങ്ങി നിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോഴും പിന്നെ ഫോട്ടോ എടുത്തപ്പോഴൊക്കെ പിന്നെ കുറേ ദൂരത്തേക്കൊന്നും പോകാൻ അയച്ചിട്ടില്ല. ഹെൽമെറ്റ് വെച്ചിട്ട് അത്രയും നേരം ഈ ഹെൽമെറ്റ് വെച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ തോന്നുന്നില്ല. പിന്നെ തലശ്ശേരി കടാപ്പുറത്ത് നിന്നും ന്യൂസ് ചാനൽ റിപ്പോർട്ടറിന് വേണ്ടി ജയസുധ പ്രസാദ്. കടൽ കണ്ട ആവേശത്തിലേ തലയിലുള്ള ഹെൽമെറ്റൊക്കെ ഊരാൻ മറന്നുപോയി. ഇതുവരെ ഹെൽമെറ്റ് ഇട്ടായിരുന്നു കടലിൽ നോക്കി നിന്നതും വീഡിയോ എടുത്തതൊക്കെ. പിന്നെയാണ് അത് ഓർമ്മ വന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞും ചെയ്തു, നല്ല ആളാണ്, ഹെൽമെറ്റ് ഊരാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നോട് പറയാം, കടൽ കണ്ട ആക്രാന്തല്ലേ, അങ്ങോട്ട് കാണട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചു. ഇപ്പോൾ ദാ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മഴയില്ലാത്തതിനോണ്ടേ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ നല്ല കാറ്റുമുണ്ട്. പിന്നെ സൺസെറ്റിൻ്റെ സമയമാണല്ലോ, അപ്പോൾ നല്ല രസമുണ്ട്. വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രസാദേട്ടനെയും പിടിച്ച് വെച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ കടൽപ്പാലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ.
പിന്നെ ഇതാ കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടിയതുണ്ട്. പക്ഷേ ഇടയ്ക്ക് തിരമാല അടിച്ചിട്ട് നല്ല ശക്തിയിൽ ഇങ്ങനെ ഈ കടൽ ഭിത്തീൻ്റെ മുകളിലൂടെയും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അടിച്ച് കയറുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര ഹുങ്കാര ശബ്ദത്തോടു കൂടി വരുന്നുണ്ട്, ചില സമയത്ത് ശാന്തമായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ പരുന്തുകളും കാക്കകളൊക്കെ ഇങ്ങനെ പറന്നിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങളവിടെ നിൽക്കുന്നതിനോട് എനിക്ക് ധൈര്യത്തിൽ വീഡിയോ എടുക്കും. ഒരു മനുഷ്യൻ കാണൂല. അവിടെ മാറില്ലേ? കടലിങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ. സൂര്യാസ്തമയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ഞാൻ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ എടുത്ത് നോക്കിയിട്ട്, പക്ഷേ സൂര്യനെ കിട്ടുന്നില്ല. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ സൂര്യനെ കാണുന്നുണ്ട്, പക്ഷേ നേരിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സൂര്യനെ കിട്ടുന്നേ ഇല്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, പക്ഷേ ശരിയാവണില്ല. പിന്നെ ഫോട്ടോഗ്രാഫി എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേര് വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോണ് തല തിരിച്ചും ചെരിച്ചും മറിച്ചൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല. വികാരനൗകയുമായി തിരമാലകളാടിയുടഞ്ഞു കണ്ണീരുപ്പു കലർന്നു രാക്കിളി പൊന്മകളെ യാത്ര വഴിയാണോ? ആടെ നിന്നിട്ടാണ് ഓരോ വീഡിയോ എടുത്തില്ലേ. വീണ് പോയി തോന്നുന്നു. ഞങ്ങൾ സൺസെറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാട്ടോ പെട്ടെന്ന് കേട്ടോ കാഴ്ച കണ്ടത്. ഒരു പരുന്ത് പാറി വന്നിട്ട് മെല്ലെ താഴ്ന്ന് പറന്നിട്ട് തിരമാലയിൽ നിന്ന് ഒരു മീനിനെ കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് അങ്ങോട്ട് പറന്നുപോയി. കുറേ മുകളിലെത്തിയപ്പോൾ മീൻ താഴെ വീണും ചെയ്തു. നല്ലൊരു കാഴ്ചയായിരുന്നു, പക്ഷെ പരുന്തിനെ കിട്ടിയില്ല. ഭയങ്കര കാഴ്ചശക്തിയാണ് പരുന്തിന് പറയുന്നേക്കാം. ഏറ്റവും ഉയരത്തുനിന്ന് ഏറ്റവും താഴെയുള്ള കുഞ്ഞു പൊട്ട് പോലത്തെ സാധനം വരെ അവർക്ക് കാണാൻ കഴിയുന്ന പറയുന്നേക്കാം. എവിടെ ഇതിനെ കാണുന്നില്ല, കാണുന്നില്ല. ആ സമയത്ത് വന്നിട്ട് അത് കൊത്തി എടുക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതിനെ കാണണ്ടല്ലോ കേട്ടോ കിളീനെ. അതിനെ കെട്ടിയിട്ടില്ല, അതാ നോക്കണം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ടൊരു 5:30 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ന്യൂ ജനറേഷൻ പിള്ളേരുണ്ട്, പിന്നെ ഒരുപാട് ഏജഡായ ആൾക്കാരുണ്ട്, ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്, കൂട്ടമായിട്ട് വരുന്നവരുണ്ട്, പിന്നെ കുടുംബങ്ങളായിട്ട് വരുന്നവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് കടലിലേക്ക് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കാൻ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ചില സമയത്ത് ഭയങ്കര ഒരു ശക്തിയോടുകൂടി തിരമാല വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രസാദേട്ടൻ പറയുന്നുണ്ട് ഫോൺ സൂക്ഷിച്ചോ, ചിലപ്പോൾ തിരമാല അടിച്ചു വന്നിട്ട് ഫോൺ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഡോൾഫിനുകളെയും കണ്ട് സത്യത്തിന് അതാ കടല് ഒരു അത്ഭുത പ്രതിഭാസം തന്നെ അല്ലേ. അങ്ങ് ദൂരപ്പെട്ട പോലെ സൂര്യൻ മാഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കുന്നു. കടൽപ്പാലം. അപ്പുറം പോവാം. കുറച്ച് നേരം ഞങ്ങൾ കടൽ കണ്ടു, കുറച്ച് നേരം ഒരു ഭാഗത്തുനിന്ന് കടൽ കണ്ടു. ഇനി ഇതാ ബീച്ചിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
എന്ത് രസമാണ് കടൽ കാണാൻ. കണ്ടാലും കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് കടൽ എന്ന് പറയുന്നത്. നല്ല വൃത്തിഹീനമായ അന്തരീക്ഷമാണ് കേട്ടോ. കടലിൽ നിന്നുള്ള വേസ്റ്റ് മുഴുവൻ ഇതിലൂടെ ഉണ്ട്. വണ്ടി എടുത്താൽ മതിയെന്ന് പ്രസാട്ടാ, കടൽ കാണാലോ എന്നുള്ളൊരു ഇതിൽ വണ്ടി എടുക്കാൻ അയച്ചില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളിതാ ബീച്ചിൻ്റെ മനോഹരമാക്കിയ ഈ സ്ഥലത്തെത്തിയിട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയ പൂന്തോട്ടങ്ങളും ഇരിക്കാനുള്ള കൽപ്പടവുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് ഇതാ പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന പലതരം കെട്ടിടങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ തലശ്ശേരി മൊത്തത്തിൽ കാണാമെന്ന് വെച്ചാൽ ഒരു ദിവസം മൊത്തം കാണാനുണ്ട് കേട്ടോ. ഈ ഭാഗം നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമായിട്ടുണ്ട്. ഒരു 6 മണി 6:30 6:30 കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രസാദേട്ടൻ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയിട്ട് മീനൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മീൻ വാങ്ങാൻ ഒരാൾ പോയി. ഞാനിവിടെ കുറച്ച് നേരം വീഡിയോ എടുത്ത് നിന്നിട്ടോ. ഈ ഭാഗത്ത് നിറയെ കൽപ്പടവുകളും ചെറിയ കുഞ്ഞു പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുടുംബങ്ങൾ വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം കൊണ്ട് ഇവിടെയാണ് ഒരുപാട് പേര് വന്നത്. മീൻ വാങ്ങാൻ പോയപ്പോഴേ നിറയെ നത്തോലി. അപ്പോൾ അത് വാങ്ങിയില്ല. മീൻ വാങ്ങാൻ ചെന്നപ്പോഴേ നിറയെ നത്തോലി മീനാണ്. അതായത് ഈ കുഞ്ഞു മീനായതുകൊണ്ട് മീൻ വാങ്ങാതെ പോന്നു കേട്ടോ. അപ്പോൾ ഇതിലേറെ നല്ലത് നമ്മൾ വളയത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മീനൊന്നും വാങ്ങാതെ പോന്നു. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ തിരിച്ചു പോരാൻ നിന്നപ്പോഴാണ് ഇത് കണ്ടത്. ഒരു കടേൻ്റെ മുന്നിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, മാമുക്കാൻ്റെ കല്ലുമ്മക്കായി. ഈ കട ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫേമസ് ആയ കല്ലുമ്മക്കായാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസാദേട്ടനോട്, എന്നാൽ ഇത് കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ നല്ല തിളച്ച എണ്ണയിൽ ചൂടോട് കൂടി, അതായത് സുടാന കല്ലുമ്മക്കായ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഒഴിഞ്ഞു മാറി നിന്ന് ആൾക്കാരൊക്കെ ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ട്. സത്യം പറഞ്ഞാൽ വിശപ്പൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇത് കഴിക്കാതെ പോയില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഈ കടേനെക്കുറിച്ചും ഈ കല്ലുമ്മക്കായനെക്കുറിച്ചും സമന്വയം ചാനലിലെ അന്നമ്മ ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കല്ലുമ്മക്കായ ഞാൻ കഴിച്ചിട്ടുണ്ട്, വടകരയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോട് കൂടി നല്ല മസാല, നല്ല എരിവുള്ള മസാലയും നല്ല ചൂടും. കാരണം ഇത് ടേസ്റ്റ് ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചൂടോട് കൂടിയാണ് നമുക്ക് നമ്മുടെ മുൻപിൽ തന്നെ ഇത് അവരുണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പം നല്ല എരിവുമുണ്ട്, നല്ല ചൂടുമുണ്ട്. അതിനിടയ്ക്ക് ഏലക്കാട്ട ചായ. അപ്പോൾ കൈ പൊള്ളിയിട്ട് ഞാനിതാ പാത്രത്തിൽ തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചിട്ടോ. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് ഓരോ കടി കടിക്കും, പിന്നെ പാത്രത്തിൽ തന്നെ വയ്ക്കും. അങ്ങനെ കേട്ടോ അത് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഏലക്കാട്ട ചായയും കൂടി ആകുമ്പോഴേ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ തലശ്ശേരി ബീച്ചിൽ വരുന്നവർ മാമുക്കാൻ്റെ കല്ലുമ്മക്കായും ചായയും കഴിക്കാതെ പോകരുത് കേട്ടോ. ഈ സന്ധ്യാസമയത്ത് നല്ല എരിവുള്ള കല്ലുമ്മക്കായും നല്ല ചൂടോട് കൂടി ഏലക്കാട്ട ചായയും കുടിച്ചിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. വെറുതെ അല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിരക്കുന്നത്. ഭയങ്കര തിരക്കാണ്. പിന്നെ ഓരോരുത്തർ പാഴ്സൽ വാങ്ങി പോകുന്നവരും കേട്ടോ. ഞാനിങ്ങനെ കഴിക്കുന്നത് ആക്രാന്തം കൂടിയിട്ടല്ല കേട്ടോ. നല്ല ചൂടുണ്ടായത് കൊണ്ടാണ് കേട്ടോ. ഓരോ കടി കടിക്കും, പിന്നെ പാത്രത്തിൽ വയ്ക്കും, പിന്നെ എടുത്ത് കടിക്കും. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ നല്ല ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എത്ര മണിയാണെന്നറിയോ? 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാമുക്കാൻ്റെ കല്ലുമ്മക്കായയും കഴിച്ചു, നല്ല ചായയും കുടിച്ചു. ഞങ്ങളിതാ തലശ്ശേരിയോട് വിട പറഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ തലശ്ശേരിയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് എനിക്ക്. എന്താണെന്നറിയില്ല, വടകരേക്കാളും ഏറ്റവും ഇഷ്ടം തലശ്ശേരി തന്നെയാണ് കേട്ടോ. അത് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കടൽ തന്നെ. വടകരയും കടലുണ്ട്, പക്ഷെ അതുപോലെയല്ല തലശ്ശേരി കടൽ കാണുമ്പോൾ വേറൊരു രസമാണ്. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ. അപ്പോൾ ഇനിയിപ്പോൾ ഈ കല്ലുമ്മക്കായും ചായയും കഴിച്ചത് കൊണ്ട് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി നല്ല തിരക്കാണ്. തലശ്ശേരി അല്ലെങ്കിലും കുറച്ച് തിരക്ക് പിടിച്ച നഗരം തന്നെയാണ് കേട്ടോ. എന്നാലും ഈ തിരക്കിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ദാ ഇത് കണ്ടോ, തലശ്ശേരിയിലെ പ്രസിദ്ധമായൊരു മുസ്ലിം പള്ളിയാണ് കേട്ടോ. പക്ഷെ ഞാനിത് പകൽ കണ്ടില്ല, ഇപ്പോഴാണ് അത് കാണുന്നത്. ഇനി അടുത്ത വരവിന് ഇത് ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ തലശ്ശേരി പോയ കുഞ്ഞു വിശേഷങ്ങൾ. തലശ്ശേരി പോയ വിശേഷങ്ങളും കല്ലുമ്മക്കായുടെ വിശേഷങ്ങളൊക്കെ
അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.